CUET Tutorium, Kerala's #1 test-taking platform for CUET. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഈസ് റിലേറ്റഡ് ടു ഡൽഹി യൂണിവേഴ്സിറ്റി. സോ CUET എക്സാം കഴിഞ്ഞു, ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഹൗ ടു യൂസ് ദറ്റ്, എങ്ങനെ കയറി നമുക്കത് രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൂവിങ് ഫോർവേഡ്, നമ്മൾ വെബ്സൈറ്റിൽ കയറുന്നു, ഡൽഹി യൂണിവേഴ്സിറ്റി എൻ്റർ ചെയ്യുന്നു. So we reach the home page എടുക്കുക, and in the home page we will reach, നമ്മൾ പയ്യെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് കൊണ്ടുവരിക. Then you can see admissions in the certificate course on patents ചോദിക്കുന്നുണ്ട്. അതിനുശേഷം you can see something here as admissions 2024 and 25. So we go there and click it. So നമ്മളെ റീഡയറക്ട് ചെയ്ത് വേറൊരു പേജിലേക്ക് വരുന്നുണ്ട്. So this is really important for us. So ഫസ്റ്റ് യു ഹാവ് ടു ലിങ്ക്സ് ഹിയർ, കാരണം അണ്ടർ ഗ്രാജുവേറ്റ് UG ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു ലിങ്ക്സ് ഓവർ ഹിയർ. സോ വെൻ വി ക്ലിക്ക് ദ ഫസ്റ്റ് ലിങ്ക്, ആക്ച്വലി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, ദാറ്റ് മീൻസ് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം അത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓരോ ചാപ്റ്റേഴ്സിനകത്ത് എങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നടക്കുന്നു, ജനറൽ ഇൻഫർമേഷൻ, പ്രിഫറൻസ് എങ്ങനെ കൊടുക്കണം, ഓക്കെ, ഈവൻ ഒരു ടൈ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്, പലർക്കും ഡൗട്ട് വന്ന സാധനം, രണ്ടുപേർക്ക് ഒരേ മാർക്ക് വന്നാൽ എന്ത് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഇൻ ഡീറ്റെയിൽ അവിടെ മെൻഷൻ, നമ്മുടെ ഫീഡ് പാറ്റേൺ എത്രയാണ്, ഇത് അപ്ലൈ ചെയ്യാൻ, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് ടു ഗോ ത്രൂ ദിസ്. ഇത് നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കണം. അതിനുശേഷം we have the next link, that is the registration link, which is really important for us. So registration ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. സോ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുന്നതാണ് ഇവിടെ. സോ ആസ് വി ആർ ഫ്രഷേഴ്സ്, നമുക്ക് ആദ്യമേ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യണം. സോ മറ്റേ ആ ബുക്ക്ലെറ്റിൽ ഉള്ളതുപോലെ തന്നെ പല കാര്യങ്ങളും ഒന്ന് ബ്രീഫായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? 3 ഫേസ് ഉണ്ട്. ആദ്യമേ അപ്ലൈ ചെയ്യുന്നു, പിന്നെ ഫില്ലിംഗ് ഓഫ് പ്രിഫറൻസസ് ചെയ്യുന്നു, പിന്നെ അലോക്കേഷൻ കം അഡ്മിഷൻ ചെയ്യുന്നു. സി, ടു ഡു ദിസ്, ട്രസ്റ്റ് മീ, ഇറ്റ് ഈസ് മാൻഡേറ്ററി ദാറ്റ് CUET എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ കൂടി കാര്യങ്ങൾ ചെയ്ത് ഫൈനലി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജിലേക്ക് എത്തുകയുള്ളൂ. ഫീസും ബേസിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് 250 rupees ഫോർ ജനറൽ കാറ്റഗറി, EWS, OBC, etc. For SC, ST and physically challenged, it is 100 rupees. Okay. So പിന്നെ ചില കോഴ്സസിന് അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് കൂടുതലുമാണ്. ഇത് മിക്കതും റീഫണ്ടബിളും അല്ല. ഓക്കെ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ വി ഹാവ് ടു ഹാവ് എ ന്യൂ രജിസ്ട്രേഷൻ. സോ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ ഓരോരുത്തരും അവരവരുടെ ആപ്ലിക്കേഷൻ നമ്പർ, ചിലർ കാണും മറന്നു പോയിട്ടുണ്ടായിരിക്കും ആപ്ലിക്കേഷൻ നമ്പർ ഏതാണെന്നുള്ളത്. ഏതർ ഇഫ് യു ഹാവ് ദി ഹോൾ ടിക്കറ്റ് വിത്ത് യു, അതിൽ നോക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ സിംപ്ലി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മെയിലിൽ ഒന്ന് കയറുക. മെയിലിലൊന്ന് കയറിയതിന് ശേഷം അവിടെ നിങ്ങളുടെ CUET എക്സാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്തെ പേജ് വരും. അതിൽ കയറി ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻറ്റർ ചെയ്യുക. അതിനുശേഷം ഈ ക്യാപ്ച കോഡും കൂടി എൻറ്റർ ചെയ്ത് രജിസ്റ്റർ കൊടുക്കുക. ഇത് ചെയ്യുന്ന സമയം വി വിൽ ബി ഡയറക്റ്റഡ് ടു അനദർ പേജ്. ആ പേജിൽ കയറി നമുക്ക് വേണ്ട പാസ്വേഡും കാര്യങ്ങളും എൻറ്റർ ചെയ്യാം. ഓക്കെ. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡയറക്റ്റ് കയറി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ എന്തായാലും അറിയാം. അവിടെ നമ്മളൊരു പാസ്വേഡ് ഡെവലപ്പ് ചെയ്യും. സോ വി വിൽ എൻറ്റർ ദാറ്റ് application number over here, password over here, we type the text and login കൊടുക്കുമ്പോൾ we will be moving to another page. Okay. Now we have entered the application number as well as the password and also the captcha verification. Now we will click the login. നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ we will be directed to another page. സോ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിൽ ബി ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ. സോ ദീസ് ആർ ദ ഡോക്യുമെന്റ്സ് വി നീഡ്. ഫസ്റ്റ് ഇത് നമ്മൾ ഒന്നെങ്കിൽ സ്കാൻ ചെയ്തെടുക്കുക. യു ക്യാൻ ഗോ ടു കഫേ ടു സ്കാൻ ഇറ്റ്. ഇഫ് യു ഹാവ് എ സ്കാനർ യു ക്യാൻ ഡു ഇറ്റ്, ഓർ എൽസ് ഇഫ് യു ഹാവ് എ പ്രോപ്പർ ഫോൺ, ഓക്കെ, നല്ല രീതിയിൽ അഡോബ് സ്കാനറോ വല്ലതും ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. സോ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് വേണം, അതിൽ ഡേറ്റ് ഓഫ് ബർത്തും പാരൻസിൻ്റെ നെയിമും വേണം.
ക്ലാസ് +2 മാർക്ക് ഷീറ്റ് ഇൻ ദ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് അത് വേണം. സോ ദാറ്റ് ഷുഡ് മാച്ച് വിത്ത് CUET UG. CUET UG യിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ആ സെയിം പേരുമായിട്ട് മാച്ച് ചെയ്യണം. പിന്നെ ഏതെങ്കിലും തരം സർട്ടിഫിക്കറ്റ്സ്, ഫോർ എക്സാമ്പിൾ SC ST OBC EWS മൈനോറിറ്റി ഇവർക്കൊക്കെ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, അത് വേണം. OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, സർട്ടിഫിക്കറ്റ്, അതുപോലെ ഏതൊക്കെ തരം സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും വേണോ ഇതിന്റെ എല്ലാം ഒരു സോഫ്റ്റ് കോപ്പി നിങ്ങൾ റെഡിയാക്കി വെക്കണം ബിഫോർ അപ്ലൈ. സോ ഇതെല്ലാം നിങ്ങൾ സെറ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം യു ഹാവ് ടു ക്ലിക്ക് ഹിയർ. സി, ഇതെല്ലാം വായിച്ചു നോക്കി നിങ്ങൾ ഉറപ്പ് വരുത്തി എന്നുള്ളത് കാണാൻ യു ഹാവ് ടു ക്ലിക്ക് ഹിയർ, ദെൻ യു ഹാവ് ടു എൻ്റർ ദി സബ്മിറ്റ് ഹിയർ. സോ അത് നിൽക്കുമ്പോഴത്തേക്ക് യു വിൽ മൂവ് ടു ദി അതർ പേജ്. ഇതാണ് മെയിൻ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഓൾറെഡി ചെയ്തത് കൊണ്ട് നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ ഒക്കെ പലതും ഇവിടെ ഓൾറെഡി ഇൻബിൽഡ് ആയിരിക്കും, അതെല്ലാം ഇവിടെ കാണും. സോ അതിനുശേഷം ഇവിടെ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ്, നമ്മുടെ ഫാമിലി, ആനുവൽ ഇൻകം, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഞെക്കുമ്പോൾ അവിടെ താഴോട്ട് വരും ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അതിൽ ക്ലിക്ക് ചെയ്ത് ഏതൊക്കെയാണോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വേണ്ടത് അതെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് പോവുക. നമ്മുടെ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. അതേ രീതിയിൽ മുന്നോട്ട് പോവുക. ദെൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ നമുക്ക് തിരിച്ച് റീഫണ്ട് കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ എൻ്റർ ചെയ്യണം. അത് എൻ്റർ ചെയ്തതിന് ശേഷം യു ഹാവ് ടു ഡു ദിസ് സബ്മിറ്റ്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ഇവിടെ സബ്മിറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമ്മളിതെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവരുടെ അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ച് എൻ്റർ ചെയ്തതിന് ശേഷം യു ക്യാൻ പ്രസ് സബ്മിറ്റ് ഹിയർ. ഓക്കെ, സോ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് എ പേജ് ഓവർ ഹിയർ. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വേരിഫിക്കേഷനോ കാര്യങ്ങളോ ചെയ്യുന്ന രീതിയിലോ എഡിറ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് പോകും. അതിനുശേഷം യു ക്യാൻ മൂവ് ടു ദി നെക്സ്റ്റ് പേജ്. ഇവിടെ നെക്സ്റ്റ് താഴെ ചെല്ലുമ്പോൾ നെക്സ്റ്റ് ഉണ്ട്. സോ ആ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, യു വിൽ മൂവ് ടു ദി വെരി നെക്സ്റ്റ് പേജ്. സോ അവിടെ വീണ്ടും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. ദാറ്റ് മീൻസ് ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ആൻഡ് പാസ് +2 എക്സാമിനേഷൻ. സോ അതെല്ലാം കെയർഫുള്ളി വായിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങളുടെ എക്സാം അതിൻ്റെ ഡീറ്റെയിൽസ്, എവിടെ നിങ്ങൾ പഠിച്ചു, റിസൾട്ട് എത്രയാണ്, അതിൻ്റെ റോൾ നമ്പർ എത്രയാണ്, ഇയർ ഓഫ് പാസിംഗ് എത്രയാണ്, ആ എൻ്ററിങ് എല്ലാം ചെയ്തതിന് ശേഷം യു ഹാവ് ടു എൻ്റർ ദി സബ്മിറ്റ് ഹിയർ ഓൾസോ. ഓക്കെ, ഫസ്റ്റ് യു ഹാവ് ടു എൻ്റർ ഓൾ ദീസ്. ഈ ഒരു പേജിൽ നമ്മൾ സബ്മിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ഹാവ് ടു സെലക്ട് യുവർ ബോർഡ് ഓവർ ഹിയർ. ആ ബോർഡ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ എവിടാണോ നിങ്ങൾ പഠിച്ചത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ പാസ്ഡ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ ദർ വിൽ ബി ദ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഹിയർ. ഇവിടെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും ആ മാർക്ക് ഷീറ്റിലുള്ളത് എത്രയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇൻ ഡീറ്റെയിൽ തന്നെ ഇവിടെ എൻ്റർ ചെയ്യണം. ദ സെയിം ഹാപ്പൻസ് ടു ദ നെയിം ഓഫ് ദി സ്കൂൾ. ആ സ്കൂൾ എവിടാണ്, ഗവൺമെൻറ് ആണോ, എയ്ഡഡ് ആണോ, പ്രൈവറ്റ് ആണോ, സ്കൂൾ ലൊക്കേഷൻ സിറ്റിയിലാണോ, ഡൽഹിയിലാണോ, വെളിയിലാണോ, നമ്മൾ എടുത്തിരുന്ന ലാംഗ്വേജ് ഏതാണ്, ഓക്കെ, ഹിന്ദി എവിടെ വരെ പഠിച്ചു, ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമുക്ക് സംതിങ് കോൾ ആസ് ദ സബ്മിറ്റിൽ ഞെക്കേണ്ടത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ആവശ്യമുള്ളതുപോലെ നമ്മുടെ സബ്ജക്റ്റും കാര്യം ഒരു മിനിമം ഓഫ് 3 വെച്ച് നമ്മൾ അഡീഷണൽ ഡീറ്റെയിൽസും ആഡ് ചെയ്തതിന് ശേഷം വി ഹാവ് ടു പ്രസ് ദി സബ്മിറ്റ് ബട്ടൺ. സബ്മിറ്റ് ഞെക്കുമ്പോൾ വി വിൽ മൂവ് ടു ദി അതർ പേജ്. ഓക്കെ, ഇതിൻ്റെ വീണ്ടും ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതെല്ലാം എന്നുണ്ടെങ്കിൽ വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് പേജ്. ഓക്കെ, ഇവിടെ നമുക്ക് സ്പോർട്സിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു, നമ്മൾ ഓൾറെഡി ആദ്യമേ അപ്ലൈ ചെയ്തപ്പോൾ നോ കൊടുത്തത് കൊണ്ട് നമുക്കിവിടെ ആ ഓപ്ഷൻ വരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അവിടെ നോ എസ് കൊടുത്തായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് അത് അപ്ലൈ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേനെ. ദെൻ കംസ് നെക്സ്റ്റ്. അതേപോലെ എക്സ്ട്രാ കരിക്കുലർ, അത് നമ്മൾ നോ കൊടുത്തു, അതുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നില്ല. നിങ്ങൾക്ക് അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഇതിലേ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്രീവിയസ്ലി ഇപ്പോൾ എഡിറ്റ് ചെയ്യാം. ദെൻ കംസ് ദി അപ്ലോഡ്. ഓക്കെ, അപ്ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളും പണ്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ CUETക്ക് അപ്ലൈ ചെയ്തത് കൊണ്ട് നമുക്ക് അത് അവിടെ ഉണ്ട്. ദെൻ വി ഹാവ് ടു അപ്ലോഡ് 2 തിങ്സ്. എന്തൊക്കെയാണ്? നമ്മുടെ 10ാം ക്ലാസ്സിലെ ബോർഡ് സർട്ടിഫിക്കറ്റ് വിച്ച് ഷുഡ് ഹാവ് അവർ ഡേറ്റ് ഓഫ് ബർത്ത്, അത് നിർബന്ധമാണ്, അത് വേണം. അതേപോലെ നമ്മൾ +2ലെ
ബോർഡിന്റെ മാർക്ക് ഷീറ്റും, അത് രണ്ടും നമ്മൾ ഓരോ ഫയലായിട്ട് എടുത്ത് ഇത് അപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ അതിനുശേഷം വാട്ട് വി ക്യാൻ ഡു ഈ സേവ് ആൻഡ് കണ്ടിന്യൂ. അത് ആദ്യമേ ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതുവരെയുള്ള നമ്മളുടെ സാധനം സേവ് ആവും. ദെൻ അനദർ ടു തിങ്സ്, അത് നിങ്ങൾക്ക് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ദാറ്റ് ഈസ് അപ്ലോഡിങ്. അവർ പറഞ്ഞ ആ സൈസിൽ അതൊന്ന് സൈസ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ആ പേജിലേക്ക് വരും. അതിൽ വന്നൊരു സെലക്ട് ഫയൽ അവർ പറഞ്ഞ് 100 KB, അതൊക്കെ നിങ്ങൾക്ക് ഒരു ലിങ്ക്, ഒരു പേജ് തുറന്നിട്ട് സെർച്ച് ചെയ്തിട്ട് ഇതേ സൈസിലുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കിട്ടും. ഓക്കെ, ഇമേജ് റീസൈസർ എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മാത്രം മതിയാവും, കിട്ടും. അതേപോലെ ഇത് രണ്ടും ചെയ്തതിന് ശേഷം വി ഹാവ് ടു മൂവ് ടു ദി നെക്സ്റ്റ് വൺ. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ പിക്ചർ രണ്ടും അവർ പറയുന്ന ഡയമെൻഷൻസിൽ രണ്ടും അപ്ലോഡ് ചെയ്തതിന് ശേഷം വി ക്യാൻ മൂവ് ടു ദി നെക്സ്റ്റ്. ഓക്കെ, ഏതർ വി ക്യാൻ സേവ് ആൻഡ് കണ്ടിന്യൂ സോ ദാറ്റ് ഇതുവരെയുള്ള എല്ലാം സേവ് ആവും. യു ക്യാൻ സീ, കണ്ടോ, ഓരോന്നും ഓരോന്നും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വ്യൂ ചെയ്ത് വീണ്ടും നോക്കാം, പുറകിലോട്ട് പോവാം. ദെൻ വി ഹാവ് പെൻഡിങ് പേയ്മെന്റ്. ദെൻ നമ്മൾ കണ്ടിന്യൂ ഇതിലേക്ക് പോവുക. അതിനുശേഷം ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇൻഫർമേഷനും കാര്യങ്ങളും ശരിയാണോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് അതിനുശേഷം വി വിൽ മൂവ് ടു ദി പേയ്മെന്റ് ഗേറ്റ് വേ. അതിനുശേഷം നമ്മൾ മുന്നിലോട്ട് പോകും. പേയ്മെന്റ് ഗേറ്റ് വേ, സി ഫോർ എക്സാമ്പിൾ വി ഹാവ് ടു എൻ്റർ ഓൾ ദി ഡീറ്റെയിൽസ് ഹിയർ. അതെല്ലാം ചെയ്തതിന് ശേഷം ദെൻ വി ഹാവ് ടു ക്ലിക്ക് ടു ദി പേയ്മെന്റ് ഗേറ്റ് വേ. സോ ഇവിടുന്ന് ഡയറക്ട്ലി ഒരു പേയ്മെന്റ് ഗേറ്റ് വേയിലേക്ക് പോകും. അതിനുശേഷം അവിടെ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കൊരു QR കോഡ് വഴി പേയ്മെന്റ് നടത്താവുന്നതേ ഉള്ളൂ. സോ QR കോഡ് വരും. QR കോഡ് ചെയ്തിട്ട് പ്രൊസീഡ് നൗ കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ മൂവ് ടു അനദർ ഏരിയ. സോ അവിടെ ഒരു ടൈമിങ്ങും കാണും. നമ്മൾ ആ ടൈമിങ് വെച്ചിട്ട് നമ്മൾ വി ജസ്റ്റ് ഓക്കെ ടേക്ക് ആൻ ഇമേജ്. നമ്മൾ ഏതെങ്കിലും നമ്മുടെ പേയ്മെന്റ് സർവീസ് ഏതാണോ അതെടുക്കുക. ഓക്കെ, വി വിൽ ടേക്ക്, നമ്മൾ സ്കാനർ എടുക്കുക. നമ്മുടെ ഫോണിൽ കൂടി തന്നെ നമുക്ക് സ്കാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സ്കാൻ ചെയ്ത് വി മേക്ക് ദ പേയ്മെന്റ്. സോ ദ പേയ്മെന്റ് നമ്മുടെ ഫോണിൽ സെറ്റ് ആകുമ്പോൾ തന്നെ അവിടെ തന്നെ അവർക്ക് അതും റിസീവ് ആകുന്നതാണ്. കുറച്ച് സമയം ചിലപ്പോൾ എടുക്കുകയായിരിക്കും, ബട്ട് സി അപ്പോഴത്തേക്ക് എന്ത് പറ്റി, ആപ്ലിക്കേഷൻ phase 1 ഹാവ് സ്റ്റാർട്ടഡ്. സോ അത് കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് നമുക്ക് അവിടെ വരെ വെച്ചുള്ള ഇതിൽ വ്യൂ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താണ് ഇതുവരെ നടന്നതെന്നുള്ളത് നടക്കും. സോ ആ ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഈസ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ആ ഒരു സ്റ്റേജ് കഴിയും. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ നമുക്ക് ചെയ്തു വെക്കാം. ഇവിടെ നമ്മൾ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡയറക്ട്ലി നമ്മളുടെ അയച്ച ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടും. യു ക്യാൻ ടേക്ക് എ പ്രിന്റ് ഔട്ട് ആൻഡ് കീപ് ഇറ്റ് ഇഫ് യു വാണ്ട്. അതിനുശേഷം വി ക്യാൻ ഗോ ടു ദി ലോഗ് ഔട്ട്. നമുക്ക് ലോഗ് ഔട്ട് ചെയ്ത് വീണ്ടും പഴയ ഇതിലേക്ക് വരാം. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ലെവൽ ഓഫ് ഡൂയിങ്. ഓക്കെ, so that is how we apply. നമ്മുടെ ആപ്ലിക്കേഷൻ phase 1 have been completed. ഇതിനുശേഷം നമ്മുടെ കോളേജിന്റെ പ്രിഫറൻസസ്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നത് ഇറ്റ് ഹാപ്പൻസ് വൺസ് ദ റിസൾട്ട്സ് ആർ പബ്ലിഷ്ഡ്. ഓക്കെ, റിസൾട്ട് ഏകദേശം 30th CUET ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. വി ഡു നോട്ട് നോ വെദർ ഇറ്റ് വിൽ കം ഏർലിയർ ഓർ നോട്ട്, ബട്ട് ഇഫ് ഇറ്റ് കംസ് ഏർലിയർ വി ക്യാൻ ഡു അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് നമ്മൾ ഇതേപോലെ ലൈവ് കയറി എങ്ങനെയാണ് പ്രിഫറൻസസും കാര്യങ്ങളും കൊടുക്കുന്നതെന്നെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് അപ് ടു നൗ. ഇത് ചെയ്തതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പ്രിഫറൻസസും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ് ഫോർ യു. സോ ഡു ഫോളോ അസ്, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. യു വിൽ ബി ഗെറ്റിംഗ് ഫർദർ ന്യൂസ് ഓൺ ഹൗ you can reach your dream university. Thank you so much.